ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് കപ്പ നടുന്ന രീതിയാണ്. അപ്പോൾ ഞാൻ കപ്പ നടുന്നത് ഇത്രയും വീതിയിൽ കുഴിയെടുത്തു. ആ മണ്ണ് ഇളക്കി നല്ല തരിയുള്ള മണ്ണൊക്കെ മാറ്റി വേണം. തരിയുള്ള മണ്ണ് മാറ്റിയിട്ട് ഏതാണ്ട് 1.5 കിലോളം ഉണക്ക ചാണകപ്പൊടി ഇട്ട് ചെയ്യുവാണ്. ഇവിടെ ചാരം കിടന്നാലും കുഴപ്പമില്ല. ഇതിപ്പം നല്ല ഉണക്ക ചാണകപ്പൊടിയാണ്, കുഴപ്പമില്ല. വേപ്പും പിണ്ണാക്ക് ഇട്ടാലും കുഴപ്പമില്ല. ചാണകപ്പൊടി ഇങ്ങനെ ഇട്ട് ഇളക്കി നടാം. നമ്മുടെ വീട്ടിലെ ഗോപായിലോ ടെറസിലൊക്കെ നമുക്ക് വെച്ച് ചെയ്യാം. ഇപ്പം ഞാനിപ്പം മണ്ണിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല തരിയൊക്കെ എടുത്ത് മാറ്റിയേക്കണം. അപ്പം കപ്പയുടെ വേര് ഓടാൻ വേണ്ടിയാണ്. അങ്ങനെ കപ്പയുടെ വേര് 4 സൈഡിലും ഓടും. കുഴിയുടെ ലെവലാകുമ്പം മണ്ണ് ഇളക്കി നിർത്തുക. ഇതുപോലെ തരിയുള്ളതെല്ലാം മാറ്റുക. തരി അപ്പം ഇടയ്ക്ക് ഇങ്ങനെ കുഴിച്ച് വെക്കുക. കമ്പ് ഇത്രയും നീളത്തിലാണ് കുഴി മുറിച്ചെടുത്തേക്കുന്നത്. ഇപ്പം ഞാനിപ്പം കുഴിച്ച് വെക്കുവാണ്. കണ്ടോ, ഇടയ്ക്ക് അത്രയും നീളത്തി കുഴി കഴിഞ്ഞ് താന്നു. നമ്മൾ കണ്ടോ, ഇതുപോലെ ഇളകിയ മണ്ണായിരിക്കും, തരിയൊന്നും കാണില്ല. ഇതുപോലെ ഇളകിയ മണ്ണ് മണ്ട വരെ ഇട്ട് കൊടുക്കുക. അതുപോലെ ചാണകപ്പൊടി സ്വല്പം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മണ്ടയിൽ വീണ്ടും ഇത് വേണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീട്ടിൽ 10 മൂട് കപ്പ നടുന്നവർക്കൊക്കെ നല്ലതാണ്. ഇഷ്ടംപോലെ കപ്പ ഉണ്ടാവും. കൂടുതൽ സ്ഥലമൊന്നും വേണ്ട ഇതിന്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കപ്പ നടുന്നത്. ഇച്ചിരി വീതിയുള്ള കുഴി എടുക്കുക. ആ മണ്ണെല്ലാം പുറത്ത് മാറ്റുക. 1 മൂട് കപ്പയ്ക്ക് 1.5 കിലോ 1 കിലോ ചാണകപ്പൊടി ഇടുക. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കെവിടെ നടാം. 10 മൂടായാലും 1 മൂടായാലും 2 മൂടായാലും ഗോവായിലോ എവിടെ നടാം. ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി ചാരം കൂടെ കിട്ടാൻ നല്ലതാണ്. എന്നിട്ട് വലിയ ചിലവൊന്നുമില്ല. ചാണകപ്പൊടിയാൽ മാത്രം ചിലവേ ഉള്ളൂ. 2 ഇങ്ങനെ കമ്പും ഇതുപോലെ നമ്മൾ ഇട്ട് മണ്ണ് ഇളയ മണ്ണ്, കല്ലൊന്നും കാണില്ല. കല്ല് കണ്ടു കഴിഞ്ഞാൽ വേര് ഓടത്തില്ല. ഇത്രയും വീതിയിൽ എടുത്ത് ഇളയ മണ്ണാണെങ്കിൽ വേര് ഓടും. കപ്പ നടുന്നതിന് സമയമൊന്നുമില്ല. വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതിൻ്റെ മണ്ടയിൽ ഇച്ചിരി ചാണകപ്പൊടി കൂടെ ഇടുക. ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ കിളിച്ച് വരുമ്പം ഇളയം ഇതുപോലെ മണ്ണ് അടുപ്പിച്ചിട്ട് കൊടുക്കുക. പിന്നെ ചാണകപ്പൊടിയോ ചാരം എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഇതാണ് കപ്പ നടുന്നതിൻ്റെ കൃഷി രീതി. ഇത്രയേ ഉള്ളൂ. കപ്പ മുറിച്ച് ഇതുപോലെ നട്ടാൽ മതി. ഗോവായിൻ്റെ അകത്ത് ടൈൽസിലോ എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം. അതിന് സ്ഥലമൊന്നും വേണ്ട. 10 മൂട് കപ്പ ആർക്കും വേണേൽ വളർത്താം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഞാൻ കപ്പ നട്ട് കഴിഞ്ഞു. കപ്പ നടുന്ന രീതി മനസ്സിലായാലോ. കൂടുതൽ വളമൊന്നും വേണ്ട. ഉള്ളിൽ ചാണകപ്പൊടിയും ചാരം വിലയൊക്കെ മതി. ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കപ്പ പറിക്കാം, ആവശ്യത്തിന് കഴിക്കാം. ഞാനിപ്പോൾ നട്ടിരുന്ന 2, 4, 6 മൂടേ നട്ടുള്ളൂ.